കേരളവും മാത്രമല്ല ഈ ലോകം തന്നെ ഭരിക്കുന്ന പാർട്ടിയായാലും അതിന്റെ നേതാക്കന്മാർക്ക് ആദ്യം വേണ്ടത് സാമൂഹ്യ പ്രതിബദ്ധതയും അല്പമര്യാദയുമാണ്. പറയാൻ കാരണം ഇന്നലെ പാലക്കാട് നടന്ന ഒരു സംഭവം കേരളത്തെ മുഴുവൻ ലജ്ജിപ്പിക്കുന്നതാണ്. മാധ്യമങ്ങളുടെ മുന്നിൽ നേതാക്കന്മാരെ നിർത്തിയിട്ട് ചർച്ചകൾ ആരംഭിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല, വർഷങ്ങളായി. പക്ഷേ പുതിയ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയും ഏത് മാനസികാവസ്ഥയിലാണ് എന്ന് അറിയില്ല. തെരുവിൽ പട്ടികളെ പോലെ കടിപിടി കൂടിയത് സംസ്ഥാനത്തിന്റെ വില കുറച്ചു കളഞ്ഞു. പാലക്കാട്ടെ ജില്ലാ BJP അധ്യക്ഷനും ഇനി നഗരസഭയിലെ ചെയർമാൻ സ്ഥാനാർത്ഥിയുമായ പ്രശാന്ത് ശിവനും SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ആർഷോയുമാണ് ഇന്നലെ തെരുവിൽ അഴിഞ്ഞാടിയത്. ഇത്രയും കാലം നടന്ന നൂറുകണക്കിന് മാധ്യമ ചർച്ചകളിൽ ഏതെങ്കിലും നല്ലതൊന്ന് കണ്ടിട്ടാണ് പോയിരുന്നതെങ്കിൽ ഈ വൃത്തികെട്ട അഴിഞ്ഞാട്ടം ഒഴിവാക്കാമായിരുന്നു. സംസ്ഥാനത്തെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാണുന്നവരാണ് ഈ നേതാക്കന്മാർ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ പാർട്ടിയിൽ വഹിക്കുന്നവരാണ് ഈ രണ്ടുപേരും. അവരാണ് തെരുവിൽ അറപ്പുളവാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് കോഴിയങ്കം വെട്ടിയത്. ഒരു സാമൂഹിക പ്രതിബദ്ധതയുമില്ലാത്ത രണ്ട് കിഴങ്ങന്മാരെയാണ് നമ്മൾ ഇന്നലെ മാധ്യമങ്ങളിൽ കണ്ടത്. എന്നാൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഈ രണ്ട് മഹാന്മാരും രാഹുൽ മാങ്കൂട്ടം MLA പാലക്കാട് നിന്നും ഓടിക്കാൻ ഒരുമിച്ച് നിന്നവരാണ്. ആ മാങ്കൂട്ടം MLAയുടെ കൂടെ 1-2 ദിവസം പോയി രാഷ്ട്രീയക്കാർ എങ്ങനെ സംസാരിക്കണമെന്നും എങ്ങനെ ജനങ്ങളോട് പെരുമാറണമെന്നും ഒരു ക്ലാസ് കേൾക്കണം. അത് അദ്ദേഹം തരും. കാരണം ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ച് പാലക്കാട്ടെ ജനങ്ങളെ അരക്ഷിതാവസ്ഥയിൽ നിർത്തിയത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയാണ്. പക്ഷേ അദ്ദേഹം നേർക്കുനേർ വന്നപ്പോൾ തിരിഞ്ഞോടിയ രണ്ട് നേതാക്കന്മാർ ഇപ്പോൾ തെരുവിൽ കടിപിടി കൂടിയത് കേരളത്തെ മാധ്യമരംഗത്തെ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. എന്തായാലും ഇന്നലെ പാലക്കാട് നടന്ന കടിപിടി നമുക്കൊന്ന് കണ്ടു നോക്കാം. സീറ്റ് CPM തികച്ച് അരിവാൾ ചിറ്റകന്ത ക്ഷേത്രത്തില് നിങ്ങളുടെ CPM-നെ തികച്ച് CPM-നെ അല്ല, എനിക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്, ഒന്നതിന് തൊട്ടു മുൻപ് പ്രശാന്ത് പറഞ്ഞുകൊണ്ടിരുന്ന വർത്തമാനം, BJPയുടെ ജില്ലാ അധ്യക്ഷനാണ് അദ്ദേഹം. സ്വാഭാവികമായും പാലക്കാട് നഗരസഭയ്ക്കകത്തെ ജനങ്ങള് അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് RSSകാരുടെ BJPക്കാരുടെ നിലവാരം എന്നുള്ളതിനെ സംബന്ധിച്ച് അവരത് വിലയിരുത്തട്ടെ. പ്രശാന്ത്, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. പ്രശാന്ത് തന്റെ അവസരത്തിൽ സംസാരിക്കാൻ പറ്റില്ല. തന്റെ അവസരത്തിൽ സംസാരിക്കാൻ പറ്റില്ല. തന്റെ ഗുണ്ടായുസം BJP